ജവഹർലാൽ നെഹ്റുവിനെ ആദ്യകാലത്തൊന്നും ആരും വിമർശിച്ചിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാപട്യത്തിന് എത്രമാത്രം സ്ഥാനമുണ്ടായിരുന്നുവെന്നും നാട്ടുകാരൊക്കെ മനസ്സിലാക്കുന്നത് സമീപകാലത്താണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പുതിയ പുസ്തകങ്ങൾ ധാരാളം വരുന്നുണ്ട്. അദ്ദേഹത്തെപ്പറ്റി എസ് ഗോപാൽ എഴുതിയ ജീവചരിത്രത്തിലും വിമർശനങ്ങൾ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് 1957 EMS സർക്കാരിനെ പിരിച്ചുവിട്ട ജനാധിപത്യ വിരുദ്ധമായ നടപടിയെപ്പറ്റിയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നത് കാണാം. ഇവിടെ ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് നെഹ്റുവിൻ്റെ ഏറ്റവും അവസാന തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. അത് നടന്നത് 1962 ഇന്ത്യയിൽ ആ കാലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം വന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് 1952 1962 തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നെഹ്റു സർക്കാരിനെതിരെ തരക്കേടില്ലാത്ത വിമർശനങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പക്ഷേ ആക്രമണത്തിൻ്റെ ഒരു അന്തരീക്ഷം, അതിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു എന്നുള്ളതാണ് സത്യം. തെരഞ്ഞെടുപ്പിന് മുമ്പ് നെഹ്റു പ്രസിദ്ധനായിരുന്നു 2 കാര്യങ്ങൾ കൊണ്ട്. ഗോവ വിമോചിപ്പിച്ചിരുന്നു, ദാമൻ ദിയു വിമോചിപ്പിച്ചിരുന്നു. 400 വർഷം പോർച്ചുഗീസ് ഭരണത്തിലായിരുന്ന ഗോവയെയാണ് പട്ടാളത്തെ അയച്ച് വിമോചിപ്പിച്ചത്. മലയാളിയായ ജനറൽ കാൻഡത്ത് അതിൻ്റെ പട്ടാളത്തിൻ്റെ നായകന്മാരിൽ ഒരാളായിരുന്നു താനും. 1958 വരെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അതിനുശേഷം KVK സുന്ദരത്തിൻ്റെ നേതൃത്വത്തിലാണ് 1962 തെരഞ്ഞെടുപ്പ് നടന്നത്. 1962 തിരഞ്ഞെടുപ്പ് വരെ പല ലോക്സഭാ മണ്ഡലങ്ങളും ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു. അതായത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർമാർ 2 സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. ഒന്ന് പൊതുമണ്ഡലം ജനറൽ സീറ്റാണ്, 2 SC ST സീറ്റാണ്. അങ്ങനെ പല മണ്ഡലങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ദ്വയാംഗ മണ്ഡലമല്ലാതെ പശ്ചിമ ബംഗാളിൽ 3 അംഗ മണ്ഡലവും ഉണ്ടായിരുന്നു, ഒരെണ്ണം. ഇത് 1961 പാർലമെൻറ്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് ദ്വയാംഗ മണ്ഡലങ്ങൾ നിർത്തി. 1962 മുതലാണ് ഇന്ത്യയിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ പൊതുവെ ഒരു സ്ഥാനാർത്ഥി മാത്രമായി തീരുന്നത്. അങ്ങനെ ആദ്യത്തെ 2 തിരഞ്ഞെടുപ്പുകളിൽ നെഹ്റു മത്സരിച്ച ഫുൽപൂരിലും, നെഹ്റു സ്ഥിരമായി മത്സരിച്ചിരുന്ന മണ്ഡലമാണ് ഫുൽപൂർ, ഫിറോസ് ഗാന്ധി മത്സരിച്ചിരുന്നത് റായ്ബറേലി. ആദ്യ 2 തിരഞ്ഞെടുപ്പുകളിലും ഈ ഫുൽപൂരിലും റായ്ബറേലിയിലും ദ്വയാംഗ മണ്ഡലമായിരുന്നു. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ 2 പേര് തിരഞ്ഞെടുക്കണമായിരുന്നു. 1957 ഇങ്ങനെ ദ്വയാംഗ മണ്ഡലം ഉള്ളതുകൊണ്ട് പിൽക്കാലത്ത് രാഷ്ട്രപതിയായ VV ഗിരി ആന്ധ്രയിലെ പാർവതീപുരത്ത് 3ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയി. അദ്ദേഹം തോറ്റുപോയി, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടില്ല. ആദ്യത്തെ 2 സ്ഥാനങ്ങളിൽ വന്നത് പട്ടികജാതി വർഗ സ്ഥാനാർത്ഥികളാണ്. സാധാരണ ഒരു പട്ടികവർഗ സ്ഥാനാർത്ഥിയും അല്ലാതെ ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന ഒരാളുമാണ് വരിക. പക്ഷേ ഇവിടെ 2 പട്ടിക ജാതി വർഗ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. VV ഗിരി തോറ്റുപോയി. എന്നിട്ട് VV ഗിരി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തത് 2ാം സ്ഥാനത്ത് വന്ന പാർവതീപുരത്ത് 2ാം സ്ഥാനത്ത് വന്ന SC ST സ്ഥാനാർത്ഥി ദിപ്പല സൂരി ധോരയ്ക്കെതിരെ ആണ് കേസ് കൊടുത്തത്. പക്ഷേ കേസ് സുപ്രീം കോടതി തള്ളി. ആ VV ഗിരിയുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ VV ഗിരിയുടെ അനുഭവം കൂടി 1961 ദ്വയാംഗ മണ്ഡലങ്ങൾ നിർത്താൻ കാരണമായിരുന്നു എന്നതാണ് വസ്തുത. 1960 2 സംസ്ഥാനങ്ങൾ പുതിയതായി ഇന്ത്യയിലുണ്ടായി, ഗുജറാത്തും മഹാരാഷ്ട്രയും. അങ്ങനെ 1962 പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലങ്ങളാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും. പിന്നെ ഗോവയും ദാമൻ ദിയു. ദാദ്ര നഗർ ഹവേലി 1961 ഒരു ലോക്സഭാ മണ്ഡലം ആയത്.
10 ദിവസമായിരുന്നു 1962 തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ പല ഘട്ടങ്ങളായിട്ടാണല്ലോ നടക്കുന്നത്. 10 ദിവസം എന്ന് പറഞ്ഞാൽ 1962 ഫെബ്രുവരി 16 മുതൽ 25 വരെ ആയിരുന്നു തെരഞ്ഞെടുപ്പ്. 21 കോടി വോട്ടർമാർ ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. 1957 തെരഞ്ഞെടുപ്പിൽ 47.54% ആകെ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. 1962 അത് സാമാന്യം നന്നായിട്ട് കൂടി 55.43% ആയി, 8% കൂടി. 1962 നാഗപട്ടണത്തായിരുന്നു ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത്, 80.06. ഏറ്റവും കുറവ് ആളുകൾ വോട്ട് ചെയ്തത് ഒഡീഷയിലെ ഭഞ്ച് നഗറിലാണ്. വെറും 12.4% പേരാണ് അവിടെ വോട്ട് ചെയ്തത്. കോൺഗ്രസ് അല്ലാത്ത ദേശീയ പാർട്ടികൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും ജനസംഘവും ആയിരുന്നു. ജനസംഘം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ BJPയുടെ പൂർവ്വ രൂപം ആണ് ജനസംഘം. ആ കാലത്ത് ഈ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പതിപ്പിക്കുന്ന സമ്പ്രദായത്തിന് പകരം ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൽക്കട്ടയിലെ സൗത്ത് വെസ്റ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയൽ കാർഡ് പരീക്ഷിച്ചു ആദ്യമായി. പക്ഷേ ആ പരീക്ഷണം വിജയമായില്ല. അതുകൊണ്ട് വീണ്ടും ചൂണ്ടുവിരലിൽ മഷി കുത്തുന്ന പരിപാടി തന്നെയാണ് നടന്നത്. വോട്ടെണ്ണൽ നടന്നത് ഫെബ്രുവരി 25 മുതൽ മാർച്ച് 8 വരെയായിരുന്നു. ഗോണ്ട ബൽറാംപൂർ, ഉത്തർപ്രദേശിലെ ഗോണ്ട ബൽറാംപൂർ മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ട് എണ്ണൽ ഉണ്ടായി. അങ്ങനെ വോട്ടെണ്ണിയപ്പോൾ ആ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു. ഇത് കോൺഗ്രസ്സിന് ആകെ കിട്ടിയത് 361 സീറ്റ്, CPI 2ാം സ്ഥാനത്ത് 29 സീറ്റ്, ജനസംഘത്തിന് 14 സീറ്റ്. ഇങ്ങനെയായിരുന്നു കക്ഷിനില. കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കോൺഗ്രസ്സിന് 361 സീറ്റ് കിട്ടി, CPIക്ക് 29 സീറ്റ് കിട്ടി, ജനസംഘത്തിന് 14 സീറ്റ് കിട്ടി. കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയില്ല. നെഹ്റുവിനെതിരെ ഫുൽപൂരിൽ നിന്നത് റാം മനോഹർ ലോഹ്യയാണ്. ലോഹ്യ തോറ്റുപോയി. വിജയരാജ സിന്ധ്യ പിന്നീട് ജനസംഘത്തിൻ്റെയൊക്കെ പ്രധാന സ്ഥാനാർത്ഥിയും നേതാവുമായിരുന്ന വിജയരാജ സിന്ധ്യ കോൺഗ്രസ് ടിക്കറ്റിൽ ഗ്വാളിയറിൽ നിന്ന് ജയിച്ചു. ആചാര്യ കൃപലാനി മുംബൈ നോർത്തിൽ VK കൃഷ്ണമേനോനെതിരെ തോറ്റുപോയി. വാജ്പേയി 2 സ്ഥലത്ത് മത്സരിച്ചിരുന്നു. ഇന്നു മാത്രമല്ല ആളുകൾ 2 മത്സരിക്കുന്നത്. K സുരേന്ദ്രനല്ല 2 മത്സരിച്ച ആദ്യത്തെ BJP സ്ഥാനാർത്ഥി. വാജ്പേയി ബൽറാംപൂരിലും ലക്നൌവിലും മത്സരിച്ചു, 2 തോറ്റു. അദ്ദേഹം പിന്നീട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ബൽരാജ് മധോക് ന്യൂഡൽഹിയിൽ മത്സരിച്ച് തോറ്റു. 1962 മെയ് 4 രാജസ്ഥാനിലെ കോട്ടയിൽ ജനസംഘം അതിൻ്റെ വാർഷിക സമ്മേളനം ചേർന്നിട്ട് കോൺഗ്രസ് ഔദ്യോഗിക മെഷീനറി തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗം ചെയ്തതായിട്ട് ആരോപിച്ചു. എന്നിട്ട് ജനസംഘം ഒരു പ്രമേയം പാസാക്കി. അതിൽ പറഞ്ഞു, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തെരഞ്ഞെടുപ്പിന് 3 മാസം മുമ്പ് രാജിവെക്കണം എന്ന് ഒരു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സർക്കാരും ഉണ്ടാകരുത് എന്ന് ജനസംഘം അന്ന് ആവശ്യപ്പെട്ടു. നെഹ്റുവിനന്ന് 73 വയസ്സായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം മാർച്ച് 19 നെഹ്റു ലോക്സഭയിൽ DMKയെ വിമർശിച്ചു. അന്ന് DMKയ്ക്ക് ആദ്യമായിട്ട് 7 സീറ്റ് കോൺഗ്രസ്സിനെതിരെ മത്സരിച്ച് കിട്ടിയിരുന്നു. ഒരു തരം വിഘടനവാദമാണ് DMK പ്രചരിപ്പിക്കുന്നത് എന്ന് നെഹ്റു ലോക്സഭയിൽ വിമർശിച്ചു. പക്ഷേ ഇന്ന് നമുക്കറിയാം കോൺഗ്രസും DMKയും ഒരേ മുന്നണിയിലാണ്. അന്ന് ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരുന്നു. സമൂഹത്തിൽ അതൃപ്തി പടർന്നിരുന്നു പല കാര്യങ്ങളും കൊണ്ട്. 1962 ഒക്ടോബർ 20 ചൈന ഇന്ത്യയെ ആക്രമിച്ചു. അതുകൊണ്ട് നെഹ്റുവിൻ്റെ
ഗ്രാഫ് വളരെ താഴേക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ താഴേക്ക് പോയിരുന്നു. 1962-63 കാലത്ത് 10 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞപ്പോൾ അതിൽ കോൺഗ്രസ് 4 സ്ഥലത്ത് മാത്രമാണ് ജയിച്ചത്. റാം മനോഹർ ലോഹിയ ഫറൂഖാബാദ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ആചാര്യ കൃപലാനി അംരോഹയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 1963 ഓഗസ്റ്റിൽ നെഹ്റുവിനെതിരെ ആദ്യത്തെ അവിശ്വാസ പ്രമേയം വന്നു. അത് തള്ളിപ്പോയി. എന്നാലും നെഹ്റുവിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം ഉണ്ടായി എന്നത് ചെറിയ കാര്യം ആയിരുന്നില്ല. നെഹ്റു 1964 മെയ് 27 മരിച്ചു. മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ പരിതാപകരമായിരുന്നു. ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ നിന്ന് അദ്ദേഹം വളരെ താഴോട്ട് പോയിരുന്നു. ചൈനയുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർന്നിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ 1959 EMSൻ്റെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് അദ്ദേഹം ജനാധിപത്യവാദി അല്ല എന്ന് തെളിഞ്ഞിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം കാപട്യക്കാരനാണ് എന്ന സത്യം ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.